Hello students. ഇന്ന് നമ്മൾ PSCയിൽ മുൻകാലങ്ങളിൽ AE ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ള എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ ആണ്. ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിട്ടുള്ള ക്ലോറിന്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് ബ്ലീച്ചിങ് പൗഡറിന്റെ എത്ര കിലോഗ്രാം റിക്വയർഡ് ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണിത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. How much bleaching powder is needed to chlorinate 10,000 liters of water whose chlorine demand is 2 milligram per liter, assuming that the bleaching powder has 25% available chlorine. അതായത് ബ്ലീച്ചിങ് പൗഡറിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു 1 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ 1 കിലോഗ്രാമും ഒരിക്കലും ക്ലോറിൻ അല്ല ഉണ്ടാവുക, പകരം അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ്, സാധാരണയായിട്ട് 25 to 30% ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ ക്ലോറിൻ കണ്ടന്റ് ആയിട്ട് പറയാറുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ 30% ആയി അസ്യൂം ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 25% ആണ് അവൈലബിൾ ക്ലോറിൻ. അതായത് 1 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ചാൽ ഇതിൻ്റെ 25%, അതായത് 250 ഗ്രാം മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, അവിടെ നിന്ന് ട്രൂ ക്ലോറിൻ കിട്ടുന്നുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10,000 liters ഓഫ് വാട്ടർ ക്ലോറിനേറ്റ് ചെയ്യാൻ എത്ര ക്ലോറിൻ വേണം? ഓക്കെ, ആ ക്ലോറിൻ ഡിമാൻഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 2 milligram per liter എന്ന്. അപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ ഓർക്കാം, എന്താണ് ക്ലോറിൻ ഡിമാൻഡ്? നമ്മൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വാട്ടറിനെ ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ, ക്ലോറിനേഷൻ ഡിസിൻഫെക്ഷൻ മെത്തേഡ് ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ക്ലോറിനേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഡിസിൻഫെക്ഷൻ ചെയ്യുമ്പോൾ അവിടെ പ്രസന്റ് ആയിട്ടുള്ള പാത്തജൻസിനെ കില്ല് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് ക്ലോറിനെയാണ് ക്ലോറിൻ ഡിമാൻഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 10,000 liters ഓഫ് വാട്ടറിനെ ക്ലോറിനേറ്റ് ചെയ്യാൻ പെർ ലിറ്റർ 2 milligram ക്ലോറിൻ നമുക്ക് ആവശ്യമുണ്ട്. അത് ക്ലോറിൻ ഡിമാൻഡ് ആണ്. ക്ലോറിൻ ഡിമാൻഡ് പ്ലസ് കുറച്ച് റെസിഡുവൽ ക്ലോറിനും കൂടെ ഇടുമ്പോൾ, ക്ലോറിൻ റെസിഡ്യൂ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്ലോറിൻ ഡോസ്. ക്ലോറിൻ ഡോസ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. സോ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ക്ലോറിൻ ഡിമാൻഡ് പ്ലസ് ക്ലോറിൻ റെസിഡ്യൂ ആണ് ക്ലോറിൻ ഡോസ്. അപ്പോൾ ക്ലോറിൻ ഡിമാൻഡും തന്നിട്ടുണ്ട്, എത്ര വാട്ടറിനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ളതെന്നും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് ക്ലോറിൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ബ്ലീച്ചിങ് പൗഡറിൽ 25% ക്ലോറിൻ ഉള്ളൂ. സോ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് ക്ലോറിനിലേക്ക് എത്താൻ എത്ര കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ വാങ്ങണം എന്ന് അവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ എമൗണ്ട് ഓഫ് ക്ലോറിൻ റിക്വയർഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഓഫ് ക്ലോറിൻ റിക്വയർഡ് എത്രയായിരിക്കും എന്ന് നോക്കാം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം, നമുക്ക് 10,000 liters ഓഫ് വാട്ടർ ആണ് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ളത് അല്ലേ. 10,000 liters ഓഫ് വാട്ടർ ട്രീറ്റ് ചെയ്യണം. ഓരോ ലിറ്ററിനും 2 milligram എന്നുള്ള അളവിൽ നമുക്ക് ക്ലോറിൻ ആവശ്യമുണ്ട്. സോ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 × 10⁴ milligram ക്ലോറിൻ ആവശ്യമുണ്ട് എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ എല്ലാം ഗ്രാമിലാണ് തന്നിട്ടുള്ളത്. സോ ഫർദർ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അറിയാലോ, 1000 milligram ആണ് 1 gram എന്ന് പറയുന്നത്. ഇനി നമുക്ക് എത്ര ബ്ലീച്ചിങ് പൗഡർ വേണം എന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ബ്ലീച്ചിങ് പൗഡർ റിക്വയർഡ്, ഞാൻ ബ്ലീച്ചിങ് പൗഡറിനെയാണ് BP എന്ന് എഴുതുന്നത്. ബ്ലീച്ചിങ് പൗഡർ റിക്വയർഡ് ഇസ് ഈക്വൽ ടു, നമുക്കിപ്പോൾ 2 × 10⁴ milligram ആണ്. സോ ഞാൻ അതിനെ ഗ്രാമിലേക്ക് എഴുതുകയാണ് കേട്ടോ. അപ്പൊ 20 gram എന്നാവില്ലേ, അതായത് 10⁻³ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 gram എന്നാവില്ലേ. 20 gram ഡിവൈഡഡ് ബൈ 1 കിലോ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയാൽ അതിൽ 250 gram. ഓക്കെ, ആ ഒരു കണക്കെന്ന് 25% എന്നുള്ളതിനെ ഞാൻ 0.25 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു.
അപ്പൊ നമുക്ക് 20/0.25 ചെയ്യുമ്പോൾ 80 ഗ്രാംസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി 80 ഗ്രാംസ് എന്നുള്ളതാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ ക്വാണ്ടിറ്റി. ആകെ നമ്മൾ 80 ഗ്രാംസ് ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയാലാണ് നമുക്ക് ആവശ്യമുള്ള 20 ഗ്രാം ക്ലോറിൻ അതിൽ നിന്ന് കിട്ടുള്ളൂ. ഇതാണ് ഈ ഒരു ചോദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള 80 ഗ്രാംസ് ആണ്. അടുത്ത ചോദ്യം പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്, അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ്, ഇങ്ങനെ രണ്ട് മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതല്ല, ഇതിലധികം മെത്തേഡ്സും നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ PSC പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന രണ്ട് മെത്തേഡ്സ് ഇതാണ്. ഇവർ തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വാല്യൂം PSCക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് ആരാണ് വലുത്, ഏത് മെത്തേഡ് വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന പോപ്പുലേഷന്റെ ഹയർ വാല്യൂ കിട്ടുന്നത്. അതാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. Compared to geometrical increase method, the arithmetical increase method gives higher value ആണോ, lesser value ആണോ, equal ആണോ, vary ചെയ്യുമോ? ഇതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. geometrical increase method ആണ് എപ്പോഴും എന്ത് തരിക, higher value തരുന്നത്. geometrical increase method ആണ് always higher value തരുന്നത്. So geometrical increase methodനെ കമ്പയർ ചെയ്യുമ്പോൾ അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് നമുക്ക് എന്ത് വാല്യൂ ആയിരിക്കും തരുന്നേ? ഒരാള് വലുതുണ്ട്, ആളെ കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്നത് ഏത് വാല്യൂ ആയിരിക്കും? ലെസ്സർ വാല്യൂ ആയിരിക്കും അല്ലെ? അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് നമുക്ക് തരുന്നത് കമ്പാരിറ്റീവ്ലി ലെസ്സർ വാല്യൂ ആണ്. ഇനി നമുക്ക് പറയാം ഏറ്റവും വലിയ വാല്യൂ കിട്ടുന്നത് എപ്പോഴും ഏത് മെത്തേഡിലാ? geometrical increase മെത്തേഡിലാണ്. ഏറ്റവും ചെറിയ വാല്യൂ കിട്ടുന്നത് അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡിലും. സോ നമ്മുടെ ഇവിടത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ലെസ്സർ വാല്യൂ ആണ് കിട്ടുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പോൾ അതിന്റെ ഫോർമുലകൾ കൂടെ ഒന്ന് ഓർത്തു വെച്ചോളൂ. അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് ആണെങ്കിൽ അവിടെ നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമുല ഉണ്ടല്ലോ, Pn is equal to P0 plus Nx bar അല്ലെ? ഇനി P0 ലേറ്റസ്റ്റ് നോൺ ആയിട്ടുള്ള പോപ്പുലേഷനും X bar ആവറേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷനും N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെക്കേഡ്സ് ബിറ്റ്വീൻ P0 ആൻഡ് Pn ആണ്. ഇവിടുത്തെ മറ്റുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡിന്റെ അസംഷൻ എന്താണ്? Constant increase in population, constant increase in population from decade to decade is constant, from decade to decade is constant. ഇതാണ് നമ്മുടെ arithmetical increase methodന്റെ assumption എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, പോപ്പുലേഷനെയും ഇയേഴ്സ് പ്ലോട്ട് ചെയ്യുന്നതുമായിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഓരോ ഡെക്കേഡ് കഴിഞ്ഞ് അടുത്ത ഡെക്കേഡിലേക്ക് ഓരോ 10 വർഷം കൂടുമ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഏകദേശം ഇൻക്രീസ് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ ഗ്രാഫ് ഇതാ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും പോവുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് പറയുന്നത്. ഇനി ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് വരുമ്പോഴോ, ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡിന്റെ ഫോർമുല എങ്ങനെയാ വരുന്നത്? ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡിന്റെ ഫോർമുല നമുക്ക് എങ്ങനെയായിരിക്കും വരിക? ഓർമ്മയുണ്ടോ? ഇതേപോലെ നമുക്ക് പറയാം Pn is equal to P0 into 1 plus R by 100 whole raised to N. ഓക്കെ, ഇത് N number of years ആണ്. സെയിം R എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. P0 ലേറ്റസ്റ്റ് നോൺ ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ്. നമുക്ക് ന്യൂമറിക്കൽസ് ഒരു A ലെവൽ എക്സാമിന് ചോദിച്ചാലും ഈ രണ്ട് ഫോർമുലകൾ വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവിടുത്തെ അസംഷൻ എങ്ങനെയാ വരുന്നത്? കോൺസ്റ്റന്റ് ഇൻക്രീസ് എന്നുള്ളതിന് പകരം കോൺസ്റ്റന്റ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആയിട്ട് മാറും. കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ്. കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ
പോപ്പുലേഷൻ എന്നായിട്ട് മാറും. അതായത് നമ്മൾ അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡിൽ അസ്യൂം ചെയ്തത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആണ് ഓരോ ഡെക്കേഡ് ടു ഡെക്കേഡ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ്. പകരം പോപ്പുലേഷൻ നമ്മുടെ ഇവിടെ ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡിലേക്ക് വരുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ആണ് ഇയർ ടു ഇയർ അതല്ലെങ്കിൽ ഒരു ഡെക്കേഡ് ടു ഡെക്കേഡ് നടക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത്. സോ ഇവിടെ കോൺസ്റ്റന്റേജ് ഇൻക്രീസ് ഇൻ നമ്പറും ഇവിടെ കോൺസ്റ്റന്റേജ് പെർസെൻറ്റേജ് ഇൻക്രീസുമാണ് വ്യത്യാസം വരുന്നത്. ശ്രദ്ധിച്ചിട്ട് നമ്മൾ എപ്പോഴും അറ്റൻഡ് ചെയ്യണം. PSCക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്. അസംഷൻ എന്താണ് ഈ രണ്ട് മെത്തേഡ്സിന്റെയും എന്നുള്ളതും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, suitable layout for a water supply distribution system for an irregularly grown town. ഇറഗുലർ ആയിട്ട് വളർന്നു വരുന്ന ഒരു സിറ്റി അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു സിറ്റി which is grown in a haphazard manner. ഓക്കെ, അതായത് പ്രോപ്പർ പ്ലാനിങ് ഇല്ലാണ്ട് വളർന്ന ഒരു സിറ്റിക്ക് ഏത് ടൈപ്പ് ഈ ഒരു എന്താ പറയാ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് പിക്ക് ചെയ്യാവുന്ന ഒരു ആൻസർ ആണ് അല്ലെ. ഹെഫസാർഡ് മാനറിൽ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റിക്ക് നമ്മൾ എപ്പോഴും ഏത് മെത്തേഡാ ഡെഡ് എൻഡ് സിസ്റ്റം ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഗ്രിഡ് അയൺ സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിലോ ഗ്രിഡ് അയൺ അല്ലെങ്കിൽ റെട്ടിക്കുലേറ്റ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള ഈ ഒരു സിസ്റ്റം എങ്ങനെയുള്ള സിറ്റീസിനാണ്? വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റീസിനാണ്. വെൽ പ്ലാൻഡ് സിറ്റീസിനാണ്. ഇനി റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ റേഡിയൽ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഓഫ് അറേഞ്ച്മെന്റ്, അതായത് പെരിഫറിയിലൂടെ മെയിൻ പൈപ്പ് പോകുന്ന ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഏത് ടൈപ്പ് ഓഫ് സിറ്റീസിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെൽ പ്ലാൻഡ് റോഡ്സ് ഉള്ള സിറ്റീസിനാണ്. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോരുത്. വെൽ പ്ലാൻഡ് സിറ്റീസിനാണ് ഗ്രിഡ് അയൺ സിസ്റ്റം അല്ലെങ്കിൽ റെട്ടിക്കുലേറ്റ് സിസ്റ്റം. വെൽ പ്ലാൻഡ് റോഡ്സ് ഉള്ള സിറ്റീസിന് റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ റിംഗ് സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിംഗ് സിസ്റ്റത്തിന് നമ്മൾ റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സർക്കുലാർ സിസ്റ്റം എന്നൊക്കെ പറയാറുണ്ട്. സർക്കുലാർ സിസ്റ്റം എന്ന് പറയാറുണ്ട്. ഗ്രിഡ് അയൺ സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് റെട്ടിക്കുലേറ്റ് സിസ്റ്റം. നമ്മൾ ഈ അതർ നെയിംസ് ഓർത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഡെഡ് എൻഡ് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് ട്രീ പോലത്തെ അല്ലെ, ഒരു ട്രീ പോലെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച പോലെയാണ് നിൽക്കുക എന്നുള്ളത് കൊണ്ട് ട്രീ സിസ്റ്റം എന്ന് വിളിക്കാറുണ്ട്. ഇനി റേഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയലി റോഡ്സ് പോകുന്ന സ്ഥലങ്ങളിൽ, റേഡിയലി റോഡ്സ് പോകുന്ന സ്ഥലങ്ങളിൽ ആ നടുവിലത്തെ ഒരു സോണിൽ നമ്മൾ റിസർവോയർ വെക്കുന്നു. റേഡിയൽ റോഡ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൈപ്പ് ഇട്ട് കൊടുക്കുന്നു. അതിനെയാണ് റേഡിയൽ സിസ്റ്റം ഓഫ് അറേഞ്ച്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് സിറ്റീസ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് റോഡുകളുള്ള സ്ഥലങ്ങളിൽ ഏത് ടൈപ്പ് വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ കൊടുക്കുക എന്നുള്ള ലേഔട്ടിന്റെ പേരുകളാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തില് നമ്മൾ പറഞ്ഞു ഇറഗുലർലി ഗ്രോൺ ആയിട്ടുള്ള അതായത് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റിക്ക് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഏതാ? ഡെഡ് എൻഡ് സിസ്റ്റം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഫോം ഓഫ് എ റെസിഡുവൽ ക്ലോറിൻ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണിത്. നമ്മൾ ക്ലോറിനേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾക്ക് പ്രോൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ക്ലോറിനേഷനിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടേംസ് ഓഫ് ക്ലോറിനേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോറിനേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിൻഫെക്ഷൻ മെത്തേഡ്സ് ഇതൊക്കെ പഠിക്കുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഫോം ഓഫ് റെസിഡുവൽ ക്ലോറിൻ ആണ്. അതായത് ക്ലോറിൻ വെള്ളത്തിലിട്ടാൽ എലമെന്റൽ ക്ലോറിൻ അല്ല ഒരിക്കലും ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ഇത് റിയാക്ഷൻസ് ചെയ്ത് മറ്റുള്ള കോമ്പൗണ്ട്സ് ആയിട്ട് മാറിയതിനു ശേഷം അതൊക്കെയാണ് ഈ ഒരു ഡിസിൻഫെക്ഷൻ പവർ നമുക്ക് വെള്ളത്തിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഫോം ഏതാണെന്നുള്ളത്. മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഫോം എന്ന് പറയുന്നത് എപ്പോഴും ഏതാണ്? HOCl ആണ് അല്ലെ. മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഫോം എന്ന് പറയുന്നത് HOCl ആണ്. HOCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്? ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. HOCl ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. ഇനി അതിന്റെ കുറച്ച് താഴെയാണ് ഡിസിൻഫെക്ഷൻ പവർ ഓഫ് OCl മൈനസ് ഹൈപ്പോക്ലോറൈറ്റ് അയേൺ വരുന്നത്. 80 ടൈംസ് ലെസ്സർ ആണ് OCl മൈനസിന്റെ ഡിസിൻഫെക്ഷൻ പവർ.
പിന്നെ മോണോക്ലോറാമിൻസ് ആണ്. മോണോക്ലോറാമിൻസും ഡൈക്ലോറാമിൻസും ഇതിന് രണ്ടിനും ഡിസിൻഫെക്ഷൻ പവർ ഉണ്ട്. അപ്പോൾ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് നോ ഡിസിൻഫെക്ഷൻ പവർ. ഡിസിൻഫെക്ഷൻ പവർ ഇല്ലാത്തത് ഏത് ക്ലോറിന്റെ കോമ്പൗണ്ടിനാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് ട്രൈക്ലോറാമിൻ ആണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ട്രൈക്ലോറാമിന് ഡിസിൻഫെക്ഷൻ പവർ ഇല്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ടുള്ള ക്ലോറിന്റെ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? ഹൈപ്പോക്ലോറൈറ്റ് അയോൺ വരാം, ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ട്, അതാണ് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത്. മോണോക്ലോറാമിൻസ് ഉണ്ട്, ഡൈക്ലോറാമിൻസ് ഉണ്ട്. തന്നിട്ടുള്ളതിൽ ഏതാണ് ഡിസിൻഫെക്ഷൻ ഫോം ഓഫ് ക്ലോറിൻ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ ട്രൈക്ലോറാമിൻ ആയിരിക്കും അതിന്റെ ആൻസർ വരിക. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്, HOCl ആണ്. അടുത്ത ചോദ്യം, ടൈപ്പ് 2 സെറ്റിലിംഗ് ഈസ് ഓൾസോ നോൺ ആസ്. ടൈപ്പ് 2 സെറ്റിലിംഗിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? അപ്പൊ നമ്മൾ സെറ്റിലിംഗിന്റെ തിയറി പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റിലിംഗ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് അതിനെ പറയാനായിട്ട് പറ്റും. ഇതില് ടൈപ്പ് 1 സെറ്റിലിംഗ് ആണ് നമ്മുടെ ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് അല്ലെങ്കിൽ പ്ലെയിൻ സെറ്റിലിംഗ്. പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്കിൽ കാണുന്നതാണ് ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ്. ഓരോ പാർട്ടിക്കിൾസ് ഒറ്റയ്ക്ക് താഴെ വന്ന് സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്. ടൈപ്പ് 2 സെറ്റിലിംഗ് ആണ് ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ്. അതായത് നമ്മൾ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷനിൽ കാണുന്നതാണ് ഈ ഒരു ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ് എന്ന് പറയുന്നത്. ടൈപ്പ് 3 സെറ്റിലിംഗ് നമ്മൾ വേസ്റ്റ് വാട്ടറിലേക്കൊക്കെ വരുമ്പോഴാണ് പറയുക അല്ലെ. അതായത് ടൈപ്പ് 3 സെറ്റിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ്ഡ് സെറ്റിലിംഗും ടൈപ്പ് 4 സെറ്റിലിംഗ് എന്ന് പറയുമ്പോൾ ടൈപ്പ് 3 സെറ്റിലിംഗ് ആണ് നമ്മൾ ഏതായിട്ട് പറയുക, നമ്മുടെ കംപ്രഷന്റെ ടൈപ്പ് 4ലേക്കാണ് പറയാറുള്ളതെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, ടൈപ്പ് 4 ആണ് കംപ്രഷൻ സെറ്റിലിംഗ്. ടൈപ്പ് 3 സോൺ സെറ്റിലിംഗ് ആണ് കേട്ടോ, ഞാൻ പറഞ്ഞു വിട്ടുപോയതാണ്. ടൈപ്പ് 3 സോൺ സെറ്റിലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1 ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ്, ഇതിനെയാണ് നമ്മൾ ടൈപ്പ് 1 സെറ്റിലിംഗ് എന്ന് പറയാറുള്ളത്, ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ സെറ്റിലിംഗ്. രണ്ടാമത്തെ സെറ്റിലിംഗ് ആണ് ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ്. ടൈപ്പ് 2 സെറ്റിലിംഗ് ആണ് ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ്, അല്ലെങ്കിൽ നമ്മൾ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ടാങ്കിൽ പറയുന്നത്. ടൈപ്പ് 3 ആണ് സോൺ സെറ്റിലിംഗ്. സോൺ അല്ലെങ്കിൽ ഹിൻഡേർഡ് സെറ്റിലിംഗ്. ഹിൻഡേർഡ് സെറ്റിലിംഗ് ആണ് നമ്മൾ ടൈപ്പ് 3 ആയിട്ട് പറയാറുള്ളത്. ആൻഡ് കംപ്രഷൻ സെറ്റിലിംഗ് ആണ് ടൈപ്പ് 4 സെറ്റിലിംഗ്. ഓക്കെ, ഇത് കംപ്രഷൻ സെറ്റിലിംഗ് ആണ്. സോ ചോദ്യം നമ്മുടെ അടുത്ത് എന്താണ്? ടൈപ്പ് 2 സെറ്റിലിംഗ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ് ആണ്. അതായത് നമ്മൾ കൊയാഗുലൻസ് ആഡ് ചെയ്തിട്ട് ഫ്ലോക്കുലേഷൻ നടത്തി സെറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പാർട്ടിക്കിൾസിനെ, ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ, കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ ഒക്കെ സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ടെക്നിക്കാണ് ഈ ഒരു ഫ്ലോക്കുലന്റ് സെറ്റിലിംഗിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഓക്കെ, അത് സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രാക്ടിക്കലി വിസിബിൾ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അയൺ ആൻഡ് മാംഗനീസ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം വാട്ടർ ബൈ. ഇതും എക്സാമിന് PSCക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് എന്തിനൊക്കെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഓരോരോ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്? നമുക്കറിയാലോ, ഫ്ലോട്ടിംഗ് മാറ്ററിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ സ്ക്രീനിങ് കൊടുക്കാറുള്ളത്. ഇനി ഓയില്, ഗ്രീസ് പോലുള്ള കാര്യങ്ങളെ റിമൂവ് ചെയ്യാൻ ഫ്ലോട്ടിംഗ് ടാങ്കുകൾ, ഫ്ലോട്ടേഷൻ ടാങ്കുകൾ അല്ലെങ്കിൽ സ്കിമ്മിങ് ടാങ്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഗ്രിറ്റ് റിമൂവ് ചെയ്യാൻ ഗ്രിറ്റ് ചേമ്പർ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ സ്കിമ്മിങ് ടാങ്കും ഗ്രിറ്റ് ചേമ്പറും ഒക്കെ നമ്മൾ വേസ്റ്റ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റിനാണ് എപ്പോഴും കാണാറുള്ളത്. ഓക്കെ, വാട്ടർ സപ്ലൈയുടെ ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ സ്ക്രീൻസ് ഉണ്ട്. സ്ക്രീനിങ്സ് എന്നാണ് സ്ക്രീൻസിലൂടെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്ന വേസ്റ്റിനെ പറയുന്ന പേര്. അത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള, അതായത് ഈ ലീവ്സ്, ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ ട്വിഗ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ബോയിലിംഗ് നമ്മൾ സാധാരണ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ബോയിലിംഗ് ഒരു ഡിസിൻഫെക്ഷൻ മെത്തേഡ് ആയിട്ട് നമ്മൾ ഹൗസ് ഹോൾഡ് കാര്യങ്ങളിൽ പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷെ ലാർജ് സ്കെയിലിൽ നമ്മൾ ഒരിക്കലും പ്രിഫർ ചെയ്യാറില്ല.
അപ്പോൾ ബോയിലിംഗ് നമുക്ക് ഒരു ഡിസിൻഫെക്ഷൻ മെത്തേഡിനെക്കാട്ടിയും നമ്മൾ പറയുന്നത് എന്തായിട്ടാ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന മെത്തേഡായിട്ട് പറയാം. ഓക്കെ, ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് ബോയിലിംഗ് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാം. ക്ലോറിനേഷൻ ആസ് എ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയിട്ടാണ്. ക്ലോറിനേഷൻ ഡിസിൻഫെക്ഷന്റെ മെത്തേഡാണ്. മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മേജർ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത് ക്ലോറിനേഷനെയാണ്. ആക്ടിവേറ്റഡ് കാർബൺ നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആക്ടിവേറ്റഡ് കാർബൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക അഡ്സോർപ്ഷൻ ആണ് അല്ലെ. അപ്പൊ അഡ്സോർപ്ഷന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മളിപ്പോ മോശമായിട്ടുള്ള സ്മെല്ലൊക്കെ റിമൂവ് ചെയ്ത് കളയുക, ടേസ്റ്റ് റിമൂവ് ചെയ്ത് കളയുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഉപയോഗിക്കാറുണ്ട്, ഈ ഒരു ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് എയറേഷൻ ഫോളോഡ് ബൈ കൊയാഗുലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എയറേഷൻ കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ കൊയാഗുലേഷൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അയേണും മാംഗനീസും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് അയേൺ ആൻഡ് മാംഗനീസ് റിമൂവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയറേഷൻ ഫോളോഡ് ബൈ കൊയാഗുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, ആക്ടിവേറ്റഡ് കാർബൺ വെച്ചിട്ട് നമ്മുടെ ടേസ്റ്റും ഓർഡറും മാത്രമല്ല കുറച്ച് കൈൻഡ് ഓഫ് കളർ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ ഓർഗാനിക് മാറ്റർ ഒക്കെ എന്തെങ്കിലും പ്രസന്റ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ക്ലോറിൻ ഡിമാൻഡ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഏതാണ്, അതും നമുക്ക് ആക്ടിവേറ്റഡ് കാർബൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺലി നമ്മൾ എന്താ പറയുക, റിമൂവൽ ഓഫ് ഓർഡറും ടേസ്റ്റും ആണ്. ഓക്കെ, അതായത് ബാഡ് സ്മെല്ലും ബാഡ് ടേസ്റ്റും റിമൂവ് ചെയ്ത് കളയാനാണ് മോസ്റ്റ് കോമൺലി നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചോദ്യം അയേണും മാംഗനീസും റിമൂവ് ചെയ്യാൻ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി എയറേഷൻ ഫോളോഡ് ബൈ കൊയാഗുലേഷൻ ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ്. ഓക്കെ, തന്നിട്ടുള്ളതിൽ അത് മാത്രമേ സ്യൂട്ടബിൾ ആയിട്ടുമുള്ളൂ. ഫൈൻ. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. വെറും എയറേഷൻ അല്ല, എയറേഷൻ ഫോളോഡ് ബൈ കൊയാഗുലേഷൻ തന്നെ വേണം. അടുത്ത ചോദ്യം ഡിസീസസ് റിലേറ്റഡ് ആണ്. അതായത് നമുക്കറിയാലോ നമ്മൾ ക്വാളിറ്റി ഓഫ് വാട്ടർ പഠിക്കുമ്പോൾ ഓരോ മിനറൽസും ഓരോ കെമിക്കൽസും വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ളതിന്റെ ലിമിറ്റ്, ഓക്കെ, അക്സെപ്റ്റബിൾ ലിമിറ്റും പെർമിസിബിൾ ലിമിറ്റും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏത് മെറ്റൽ പ്രസന്റ് ആയിരിക്കുമ്പോൾ, അതായത് എക്സീഡ് ഇൻ പ്രസൻസ് ആയിരിക്കുമ്പോഴാണ് ഇറ്റായി ഡിസീസ് ഉണ്ടാകുന്നത്? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇറ്റായി ഡിസീസ് കോസ് ചെയ്യുന്നത് ഏതാ? കാഡ്മിയം ആണ് അല്ലെ. കാഡ്മിയത്തിന്റെ പ്രസൻസ് പരിധിയിൽ അധികമാകുമ്പോഴാണ് ഇറ്റായി ഡിസീസ് നമുക്ക് കോസ് ചെയ്യുന്നത്. സോ ഇവിടത്തെ റൈറ്റ് ആൻസർ ഏതാണ്? കാഡ്മിയം ആണ്. ഓക്കെ, അപ്പൊ കാഡ്മിയം കോസ് ചെയ്യുന്നത് ഇറ്റായി ഡിസീസ് ആണ്. മെർക്കുറി എക്സീഡ് ചെയ്താലോ? മെർക്കുറിയുടെ അളവ് എക്സീഡ് ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്ന അസുഖമാണ് മീനമാത്ത ഡിസീസ്. ഓക്കെ, മീനമാത്ത ഡിസീസ്. ഇനി ക്രോമിയത്തിന്റെ കണ്ടന്റിനെ പറ്റി നമ്മൾ അങ്ങനെ അസുഖമായിട്ട് പഠിക്കുന്നില്ല. ലെഡിനെ പക്ഷെ നമ്മൾ പ്ലംബിസം പറയാറുണ്ട് അല്ലെ. പ്ലംബിസം ലെഡിന്റെ കണ്ടന്റ് കൂടുമ്പോഴുള്ള ഒരു അസുഖമായിട്ട് പറയാറുണ്ട്. പിന്നെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന രണ്ട് അസുഖങ്ങളുണ്ട്. ഒന്ന് ഫ്ലൂറോസിസ്. ഫ്ലൂറിന്റെ കണ്ടന്റ് അധികമാകുമ്പോൾ 1.5 മില്ലിഗ്രാമിനെക്കാട്ടിയും എക്സീഡ് ചെയ്യുമ്പോൾ ഫ്ലൂറോസിസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നോർമലി ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് ഈ 1.5 കൂടുന്ന സമയത്ത് മോട്ട്ലിംഗ് ഓഫ് ടീത്ത് ഒക്കെ പോലെയാണ് ഉണ്ടാവുക. പല്ലിനുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഒരു 5 മില്ലിഗ്രാം പെർ ലിറ്ററിനെക്കാട്ടിയും കൂടുതൽ എക്സീഡ് ചെയ്യുമ്പോഴാണ് ഫ്ലൂറോസിസിലേക്ക് അത് കടക്കുന്നത്. 10 മില്ലിഗ്രാം പെർ ലിറ്ററിനെക്കാട്ടിയൊക്കെ, അതായത് വളരെയധികം എക്സീഡ് ചെയ്യുമ്പോൾ ബോൺ ഫ്ലൂറോസിസ് പോലെ ഫ്ലൂറോസിസിന്റെ തന്നെ വളരെ മാരകമായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് അത് മാറും. സോ ഫ്ലൂറോസിസ് ഫ്ലൂറിൻ റിലേറ്റഡ് ആണ്. ദെൻ ബ്ലൂ ബേബി ഡിസീസ് അല്ലെങ്കിൽ നമ്മൾ മെത്തനോഗ്ലോബിനീമിയ എന്ന് വിളിക്കാറുണ്ട്. നൈട്രേറ്റിന്റെ കണ്ടന്റ് കൂടുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നൈട്രേറ്റ്, ബ്ലൂ ബേബി ഡിസീസ് അതും ചോദിച്ചു കാണാറുള്ളതാണ്. അതും കൂടെ ഓർത്തു വയ്ക്കുക. സോ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ ലിമിറ്റ്സിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. അടുത്ത ചോദ്യം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അക്കോർഡിംഗ് ടു IS 10500 ഓഫ് 2012, ഇത് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈ ചെയ്യുന്ന കോഡാണ്. ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് സ്പെസിഫൈ ചെയ്യുന്ന കോഡാണ് IS 10500 എന്ന് പറയുന്നത്.
of 2012, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഡിന്റെ വേർഷൻ ആണ് 2012. അക്സെപ്റ്റബിൾ ലിമിറ്റ് ഓഫ് ടർബിഡിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അക്സെപ്റ്റബിൾ ലിമിറ്റ് ഓഫ് ടർബിഡിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ടർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊളോയിഡൽ ആൻഡ് വെരി ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഒക്കെ വെള്ളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇഫക്റ്റ് ആണ് ടർബിഡിറ്റി. കണ്ടാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, അതായത് ഇതൊരു ഫിസിക്കൽ ക്വാളിറ്റി പാരാമീറ്റർ ആണ്. ആസ് പെർ കോഡ് 1 NTU ആണ് അക്സെപ്റ്റബിൾ ലിമിറ്റ് ഓഫ് ടർബിഡിറ്റി. പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 5 NTU ആണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അക്സെപ്റ്റബിൾ ലിമിറ്റ് ആണ്. സോ 1 NTU ആണ് ഇതിന്റെ ആൻസർ വരിക. 1 NTU അക്സെപ്റ്റബിൾ ലിമിറ്റ്, 5 NTU പെർമിസിബിൾ ലിമിറ്റ്. 5 NTU പെർമിസിബിൾ ലിമിറ്റ് ആണ്. ഓക്കെ, ഓഫ് ടർബിഡിറ്റി. ഇനി എന്താണ് ഈ NTU? അതും ചോദിക്കാറുണ്ട്. NTUവിന്റെ ഫുൾ ഫോം ഉദ്ദേശിക്കുന്നത് എന്താ? നെഫെലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്. നെഫെലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്, ഇതാണ് NTU. മറ്റുള്ള ടർബിഡിറ്റിയുടെ യൂണിറ്റുകൾ എന്തൊക്കെയാ? NTU കൂടാണ്ട് FTU. ഓക്കെ, ഫോമാസിൻ പോളിമർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടർബിഡിറ്റി പറയുമ്പോൾ ഫോമാസിൻ ടർബിഡിറ്റി യൂണിറ്റ്, BTU ബെയ്ലിസ് ടർബിഡിറ്റി യൂണിറ്റ്, JTU ജാക്സൺസ് ടർബിഡിറ്റി യൂണിറ്റ്, ഇതെല്ലാം ടർബിഡിറ്റിയുടെ മറ്റുള്ള യൂണിറ്റുകളാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാറുണ്ട് 1 NTU is equal to 1 FTU. NTU FTU ഒന്നാണെന്നല്ല അർത്ഥം. 1 NTU is equal to 1 FTU. ഓക്കെ, ആ ഒരു റേഞ്ചിൽ മാത്രം ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഇനി മറ്റുള്ള കുറച്ച് വാട്ടർ ക്യാരക്ടേഴ്സിന്റെ അക്സെപ്റ്റബിൾ ആൻഡ് പെർമിസിബിൾ ലിമിറ്റ് ആസ് പെർ കോഡാണ് തന്നിട്ടുള്ളത്. കളർ ആണെങ്കിൽ ഹീസൺ യൂണിറ്റ്സിലാണ് നമ്മൾ പറയുന്നത്. 5 ഹീസൺ യൂണിറ്റ്സ് ആണ് അക്സെപ്റ്റബിൾ ലിമിറ്റ്, 15 ഹീസൺ യൂണിറ്റ്സ് ആണ് പെർമിസിബിൾ ലിമിറ്റ് വരുന്നത്. ഓർഡറും ടേസ്റ്റും ഒക്കെ എഗ്രിയബിൾ ആയിട്ടുള്ള ഒരു ലിമിറ്റിലേക്ക് ഇതിനെ മാറ്റി. pHന്റെ വാല്യൂ 6.5 to 8.5 എന്നുള്ള ഈ ഒരു റേഞ്ച് ശ്രദ്ധിക്കുക. 6.5 to 8.5 എന്ന് പറയുന്ന റേഞ്ച് ആണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. റിലാക്സേഷൻ ഒന്നും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. 6.5 അക്സെപ്റ്റബിളും 8.5 പെർമിസിബിളും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 6.5 to 8.5 എന്നുള്ള റേഞ്ച് ആണ് അക്സെപ്റ്റബിൾ റേഞ്ച് ആയിട്ട് പറയുന്നത്. ദെൻ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് ആണ് 500 mg/L അക്സെപ്റ്റബിളും 2000 mg/L പെർമിസിബിൾ റേഞ്ചുമായിട്ടാണ് നമ്മൾ TDS ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കെമിക്കൽ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒരുപാട് കെമിക്കൽസിന്റെ പഠിക്കുന്നുണ്ട് അല്ലെ, അതിന്റെയും വാല്യൂസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. സോ പരമാവധി ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ബൈഹാർട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യം, ദി റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ retained by the formation after it has been drained under gravity to the total volume of formation is known as. അതായത് നമ്മൾ വാട്ടർ, നമുക്കൊരു വാട്ടർ അക്യുഫർ ഒക്കെ പോലത്തെ വെള്ളം എടുക്കാൻ പറ്റുന്ന ഒരു ഫോർമേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ കിണറൊക്കെ പോലെ. അവിടെ നിന്ന് നമ്മൾ കുറച്ച് വെള്ളം yield ചെയ്ത് എടുക്കും, അതായത് നമ്മൾ കുറച്ച് വെള്ളം അവിടെ നിന്ന് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നു. കുറച്ച് വെള്ളം നമുക്ക് എത്രയൊക്കെ നമ്മൾ അവിടെ നിന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്തെടുത്താലും നമുക്ക് ഇങ്ങോട്ട് കിട്ടില്ല. കുറച്ച് വെള്ളം എപ്പോഴും അവിടെ ആ സോയിലിനോട് അധർ ചെയ്ത് അവിടെ റീറ്റെയിൻ ചെയ്തിരിക്കും. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അതാണ്, വോളിയം ഓഫ് വാട്ടർ റീറ്റെയിൻഡ് ബൈ ദി ഫോർമേഷൻ. അതായത് നമുക്ക് അവിടെ നിന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റാതെ റീറ്റെയിൻ ചെയ്യുന്ന വാട്ടർ അപ്പോൺ ടോട്ടൽ വോളിയം ഓഫ് ഫോർമേഷൻ. ആകെയുള്ള അവിടുത്തെ വോളിയം ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് വാട്ടർ എത്രയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര വെള്ളമാണോ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തത്, റീറ്റെയിൻ ചെയ്ത് അവിടെ ഇരിക്കുന്നത്, അതിനെ വിളിക്കുന്ന പേരെന്താ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് റിറ്റൻഷൻ. സെയിം ടൈം ടോട്ടൽ വാട്ടർ ഡ്രെയിൻഡ്, റീറ്റെയിൻഡിന് പകരം നമ്മൾ ടോട്ടൽ വാട്ടർ ഡ്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നത് എത്രയാണ് ബൈ ടോട്ടൽ വോളിയം ഓഫ് അക്യുഫർ അല്ലെങ്കിൽ ആ ഒരു ഫോർമേഷൻ ആണ് ചോദിച്ചതെങ്കിൽ അത് സ്പെസിഫിക് yield എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ടോട്ടൽ വോളിയം ഓഫ് വാട്ടർ ഡ്രെയിൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി അക്യുഫർ ആണെങ്കിൽ സ്പെസിഫിക് yield. total volume of water retained by the formation by total volume of the formation ആണെങ്കിൽ
സ്പെസിഫിക് റിട്ടൻഷൻ. ഒരു കാര്യം കൂടെ PSCക്ക് ചോദിക്കാറുണ്ട്, സ്പെസിഫിക് yield പ്ലസ് സ്പെസിഫിക് റിട്ടൻഷൻ ചെയ്താൽ എന്ത് കിട്ടും? അപ്പൊ നമുക്ക് കിട്ടുക എന്താ? porosity ആണ്. ഓക്കെ, സ്പെസിഫിക് yield പ്ലസ് സ്പെസിഫിക് റിട്ടൻഷൻ ചെയ്താൽ കിട്ടുന്നത് porosity ആണ്. ഈ ഒരു റിലേഷനും ചോദിക്കാറുണ്ട്, സോ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്പെസിഫിക് റിട്ടൻഷൻ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെയിം ദി വെൽ ഫ്രം വിച്ച് വാട്ടർ ഫ്ലോസ് ഓട്ടോമാറ്റിക്കലി അണ്ടർ പ്രഷർ. ഓക്കെ, ഇതും മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു ബ്രേക്ക് കാണുന്നുണ്ട്, അതായത് തൊട്ടടുത്ത് നടന്ന കുറച്ച് എക്സാംസിന് ഈ ചോദ്യം കണ്ടിട്ടില്ല, മേ ബി റിപ്പീറ്റ് ചെയ്യാം, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കാം. വാട്ടർ ഓട്ടോമാറ്റിക്കലി അണ്ടർ പ്രഷർ ഒഴുകി വരുന്നതിനെ എന്ത് വിളിക്കും? ആ ടൈപ്പ് ഓഫ് വെല്ലിനെ എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിതാ ഈ ഒരു ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കൺഫൈൻഡും അൺകൺഫൈൻഡും ആയിട്ടുള്ള അക്വിഫേഴ്സ് കാണാൻ പറ്റും. കൺഫൈൻഡ് അക്വിഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? മുകളിലും താഴെയും നമ്മളൊരു ഇംപെർമിയബിൾ ലെയർ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടറിനെയാണ് കൺഫൈൻഡ് അക്വിഫർ എന്ന് വിളിക്കുന്നത്. ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദാ ഈ ഒരു ഫോർമേഷനും ഇംപെർമിയബിൾ ആണെങ്കിൽ ദാ ഇതിന്റെ ഇടയിൽ കാണുന്ന ഈ ഭാഗമാണ് കൺഫൈൻഡ് അക്വിഫർ. സെയിം ആസ് ഇവിടെ നമുക്കൊരു ഇംപെർമിയബിൾ ലെയർ ഉണ്ട്, പക്ഷെ മുകളിലത്തെ ഭാഗം പെർമിയബിൾ ആണ്. സോ ദാറ്റ് ഇവിടെ കാണുന്ന ഫസ്റ്റ് ലെയറിൽ നമ്മൾ കാണുന്നത് ഒരു അൺകൺഫൈൻഡ് അക്വിഫർ ആണ്. അൺകൺഫൈൻഡ് അക്വിഫേഴ്സിൽ നമ്മൾ പണിയുന്ന വെൽസിനെ വാട്ടർ ടേബിൾ വെൽസ് അല്ലെങ്കിൽ ഗ്രാവിറ്റി വെൽസ് എന്ന് വിളിക്കും. ഇത് കണ്ടോ, ഈ ഒരു കിണർ കണ്ടോ, ഇത് വാട്ടർ ടേബിൾ വെൽ അല്ലെങ്കിൽ ഗ്രാവിറ്റി വെൽ എന്ന് നമുക്ക് വിളിക്കാം. ഇനി കൺഫൈൻഡ് അക്വിഫേഴ്സിൽ നമ്മൾ പണിയുന്ന കിണറുകളെ നമ്മൾ വിളിക്കുന്ന പേര് ആർട്ടീഷ്യൻ വെൽസ് എന്നാണ്. കാരണം നമ്മൾ ഈ കൺഫൈൻഡ് അക്വിഫറിനെ ആർട്ടീഷ്യൻ അക്വിഫർ എന്നും വിളിക്കാറുണ്ട്. സോ ആർട്ടീഷ്യൻ അക്വിഫറിൽ ഉള്ള കിണറുകൾ അല്ലെങ്കിൽ വെൽസ് ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയാം. ഈ ആർട്ടീഷ്യൻ വെൽസ് തന്നെ ഹൈ പ്രഷറിലാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ വെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്ന ഭാഗത്ത് വാട്ടർ ടേബിൾ അല്ലെങ്കിൽ പീസോമെട്രിക് സർഫസ് നമ്മുടെ വെല്ലിന്റെ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ അതിന്റെ മുകളിലേക്കാണ് കയറി നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള വെൽസിൽ നിന്ന് വെള്ളം എപ്പോഴും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എപ്പോഴും വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള വെൽസിനെയാണ് നമ്മൾ ഫ്ലോയിങ് ആർട്ടീഷ്യൻ വെൽ അല്ലെങ്കിൽ ഫ്ലോയിങ് വെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ കൺഫൈൻഡ് അക്വിഫറിലുള്ള വെൽസിനെ നമുക്ക് ആർട്ടീഷ്യൻ വെൽസ് എന്ന് വിളിക്കാം. ഈ ആർട്ടീഷ്യൻ വെൽസിൽ തന്നെ നല്ല പ്രഷറിലാണ് വാട്ടർ ഉള്ളിൽ കൺഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ പീസോമെട്രിക് സർഫസ് മുകളിലേക്ക് കയറിയിട്ടാണ് കാണുന്നതെങ്കിൽ അങ്ങനെയുള്ള ആർട്ടീഷ്യൻ വെല്ലിൽ വാട്ടർ എപ്പോഴും പുറത്തേക്ക് ഫ്ലോയിങ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഫ്ലോയിങ് ആർട്ടീഷ്യൻ വെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഫ്ലോയിങ് വെൽസ് എന്ന് വിളിക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നേ. നെയിം ദി വെൽ ഫ്രം വിച്ച് വാട്ടർ ഫ്ലോസ് ഓട്ടോമാറ്റിക്കലി അണ്ടർ പ്രഷർ. വെള്ളം ഒഴുകുന്നു എന്ന് നമ്മൾ പറയുന്ന ഒറ്റ വെല്ലല്ലേ ഉള്ളൂ, അത് ഏത് വെല്ലാം? അത് ഫ്ലോയിങ് വെല്ലാണ്. ഫ്ലോയിങ് ആർട്ടീഷ്യൻ വെല്ലിനെ തന്നെയാണ് നമ്മൾ ഫ്ലോയിങ് വെൽ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഫ്ലോയിങ് വെല്ലാണ് നമ്മുടെ ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഹൗ ദി ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് റിമൂവ്ഡ്. ഓക്കെ, ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടറിനെ എങ്ങനെ റിമൂവ് ചെയ്യാം? തൊട്ട് മുൻപ് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതിന്റെ ആൻസർ പറഞ്ഞിരുന്നു. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് നമ്മൾ റിമൂവ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ പറയാറുള്ളത് കേട്ടോ. ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ആണ് പറയാറുള്ളത്. ഫസ്റ്റ് മെത്തേഡ് ബോയിലിംഗ് ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ലാർജ് സ്കെയിലിലെ ബോയിലിംഗ് നമ്മൾ എപ്പോഴും ചെയ്യാറില്ല. ബോയിലിംഗ് ചെയ്താലും നമുക്ക് കംപ്ലീറ്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ടെമ്പററി ഹാർഡ്നെസ് ആണ് റിമൂവ് ചെയ്യുന്നത്. കാൽഷ്യം കോസ് ചെയ്യുന്ന, കാൽഷ്യത്തിന്റെ കോമ്പൗണ്ട്സ് കോസ് ചെയ്യുന്ന ടെമ്പററി ഹാർഡ്നെസ് മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് അഡീഷൻ ഓഫ് ലൈം, അതായത് ലൈം ആഡ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടുമാണ് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന മെത്തേഡ്സ്. അങ്ങനെയാണെങ്കിൽ പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാ? പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാ? ഓക്കെ, പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ മെത്തേഡാണ് ഇത് ഈ കൊടുത്തിട്ടുള്ള ലൈം സോഡ പ്രോസസ്. ലൈം സോഡ പ്രോസസ് ഉണ്ട്, സിയോലൈറ്റ് പ്രോസസ് ഉണ്ട്,
ഓക്കെ, ഈ പ്രോസസ്സ് സിയോലൈറ്റ് പ്രോസസ്സ് ഉണ്ട്. അതുപോലെ മൂന്നാമത്തെ ഒരു പ്രോസസ്സും കൂടി ഉണ്ടല്ലോ, ഏതാണ്? ഡീമിനറലൈസേഷൻ അല്ലെ? സിയോലൈറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രോസസ്സാണ് ഡീമിനറലൈസേഷൻ അല്ലെങ്കിൽ ഡീ അയണൈസേഷൻ എന്ന് നമുക്ക് പറയാം. ഡീമിനറലൈസേഷൻ. ഓക്കെ, അപ്പോൾ സീറോ ഹാർഡ്നെസ് ഏത് മെത്തേഡിലാണ് എന്ന് ചോദിക്കാറുണ്ട്. സീറോ ഹാർഡ്നെസ്, സീറോ സിയോലൈറ്റ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക സിമിലാരിറ്റി ഇൻ പേരുകൾ. അപ്പോൾ സീറോ ഹാർഡ്നെസ് ഇസ് റിമൂവ്ഡ് ഇൻ സിയോലൈറ്റ് പ്രോസസ് ഓൺലി. ഓക്കെ, സിയോലൈറ്റ് പ്രോസസ്സിൽ മാത്രമാണ് സീറോ ഹാർഡ്നെസ് ഉള്ള വെള്ളം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇതിനെ റിലേറ്റ് ചെയ്ത് ഓർത്തു വെക്കാം. സോ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന രണ്ട് മെത്തേഡ് അഡീഷൻ ഓഫ് ലൈമും ബോയിലിംഗും ആണ് തന്നിട്ടുള്ളതിൽ. അപ്പോൾ ഏതാണ്? ബോയിലിംഗ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ടോട്ടൽ ഹാർഡ്നെസ് ആൻഡ് ആൽക്കലൈനിറ്റി ഓഫ് എ വാട്ടർ സാമ്പിൾ ആർ 300 milligram per liter and 100 milligram per liter on calcium carbonate scale. Okay, CaCO3 ആണ് calcium carbonate scale respectively. Then its carbonate and non-carbonate hardness in unit of milligram per liter will be എങ്ങനെയായിരിക്കും? ഈ ഒരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ടോട്ടൽ ഹാർഡ്നെസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ടോട്ടൽ ഹാർഡ്നെസ് 300 milligram per liter ആണ്. ടോട്ടൽ ആൽക്കലൈനിറ്റി തന്നിട്ടുണ്ട് 100 milligram per liter ആണ്. കാർബണേറ്റ് ഹാർഡ്നെസ്സും നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്സും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നല്ലോണം അറിയാവുന്ന ഒറ്റ ഒരു പോയിന്റ് ആണ് ബേസിക് ആയിട്ടുള്ളത്. ടോട്ടൽ ഹാർഡ്നെസ്സും ടോട്ടൽ ആൽക്കലൈനിറ്റിയും തരുമ്പോൾ ആരാണ് ചെറുത്? ഓക്കെ, ഇതിലെ രണ്ടെണ്ണത്തിലെയും സ്മോളർ വാല്യൂ ഏതാണോ that value will be equal to carbonate hardness. ഓക്കെ, ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ടോട്ടൽ ഹാർഡ്നെസ്സും ടോട്ടൽ ആൽക്കലൈനിറ്റിയും തരുമ്പോൾ അതിലെ ചെറിയ വാല്യൂ ഏതാണോ അതാണ് കാർബണേറ്റ് ഹാർഡ്നെസ്. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റ് കാർബണേറ്റ് ഹാർഡ്നെസ്സും നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്സും ചേരുമ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് കിട്ടുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. പെന്ന് പേപ്പർ പോലും എടുക്കേണ്ട ആവശ്യമില്ല. മെന്റലി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കിയേ, ഏറ്റവും ചെറുതാരാ? ഇവിടെ ടോട്ടൽ ആൽക്കലൈനിറ്റി ആണ് ചെറുത്, 100 milligram per liter ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു കാർബണേറ്റ് ഹാർഡ്നെസ്. കാർബണേറ്റ് ഹാർഡ്നെസ്സും നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്സും റെസ്പെക്റ്റീവ്ലി എന്നാണ് പറയുന്നത്. സോ ആദ്യമാണ് കാർബണേറ്റ് ഹാർഡ്നെസ് കൊടുത്തിട്ടുള്ളത്. ആദ്യം 100 വരുന്ന ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇതിൽ നിന്ന് എത്ര എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്സും കാർബണേറ്റ് ഹാർഡ്നെസ്സും കൂടെ കൂട്ടിയാൽ ടോട്ടൽ ഹാർഡ്നെസ് കിട്ടും. ടോട്ടൽ ഹാർഡ്നെസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 300 ആണെന്ന്. 300ൽ നിന്ന് അപ്പോൾ ഈ 100 ഇത് 100 ആണെന്ന് നമ്മൾ പറഞ്ഞു. നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് അറിഞ്ഞുകൂടാ, ടോട്ടൽ ഹാർഡ്നെസ് 300 ആണെന്ന് പറയാം. സോ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എത്രയായിരിക്കും? 300 - 100 200 എന്നുള്ളതാണ്. സോ ശരിക്കുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 100 and 200 എന്നുള്ളതാണ്. 100 കാർബണേറ്റ് ഹാർഡ്നെസ്സും 200 നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്സും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇനി വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അതായത് ഏതാണോ ചെറുതെന്ന് നോക്കുക, ടോട്ടൽ ആൽക്കലൈനിറ്റി ആണോ ടോട്ടൽ ഹാർഡ്നെസ് ആണോ? ചെറുതായിട്ടുള്ള വാല്യൂ വിൽ ബി ഈക്വൽ ടു കാർബണേറ്റ് ഹാർഡ്നെസ്. കാർബണേറ്റ് ഹാർഡ്നെസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഹാർഡ്നെസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി 100 and 200 എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിൽട്ടർ ബാക്ക് വാഷിംഗ് cannot be done for cleaning the filter? ഓക്കെ, ബാക്ക് വാഷിംഗ് ചെയ്യാൻ പറ്റാത്തത് ഏത് ഫിൽറ്ററിലാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ബാക്ക് വാഷിംഗ് പഠിച്ചിട്ടുള്ളത് പ്രഷർ ഫിൽറ്റേഴ്സിലും റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിലുമാണ് അല്ലെ. സ്ലോ സാൻഡ് ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് ബൈ സ്ക്രാപ്പിംഗ് ആൻഡ് വാഷിംഗ് ഓഫ് ടോപ്പ് ലെയേഴ്സ് ഓഫ് സാൻഡ് ആണ്. ഓക്കെ, ടോപ്പ് ലെയേഴ്സിൽ ഒരു 3 to 4 centimeter ഡെപ്തിൽ സാൻഡിനെ നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ലോ സാൻഡ് ഫിൽറ്ററിലെ ക്ലീനിങ് മെത്തേഡ് ആയിട്ട് പറയാറുള്ളത്.
സെയിം ടൈം റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിലും പ്രഷർ ഫിൽറ്ററിലും ബാക്ക് വാഷിംഗ് ആണ് പറയുന്നത്. റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്റർ എന്ന് പറയുന്നതും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിന്റെ ഒരു കൈൻഡ് ആണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ. സ്ലോ സാൻഡ് ഫിൽറ്ററിൽ നമ്മൾ പറയുന്നത് ഏതാണ്? സ്ലോ സാൻഡ് ഫിൽറ്ററിനകത്ത് സ്ക്രാപ്പിംഗ് ഓഫ് സാൻഡ് ആൻഡ് ക്ലീനിങ് ആണ്. ടോപ്പ് ലെയേഴ്സ് ഓഫ് സാൻഡിനെ സ്ക്രാപ്പ് ഔട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈൽ കാൽക്കുലേറ്റിംഗ് ദി ഫ്ലക്ച്വേഷൻ ഇൻ ഡിമാൻഡ് ഫോർ വാട്ടർ, വാട്ട് ഈസ് കോയിൻസിഡൻസ് ഡ്രാഫ്റ്റ്? കോയിൻസിഡൻസ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അറിയാനുള്ളത്. ഒന്ന്, കോയിൻസിഡൻസ് ഡ്രാഫ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നേരിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം മാക്സിമം ഡെയിലി ഡിമാൻഡ് ആഡഡ് ടു ഫയർ ഡിമാൻഡ്, മാക്സിമം അവർലി ഡിമാൻഡ് ടു ആനുവൽ ഡ്രാഫ്റ്റ്, പെർസെൻറ്റേജ് ഓഫ് ആനുവൽ ഡ്രാഫ്റ്റ് ഇൻ ടൈം, അതുപോലെ പെർ ക്യാപിറ്റ ഡിമാൻഡ് ഓഫ് ദ സിറ്റി, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. സോ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ എന്താണ് കോയിൻസിഡൻസ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ് ആണ്. ഓക്കെ, മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ് ആണ്. ഇതാണ് ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ചില ബുക്കുകളിലൊക്കെ കാണാറുണ്ട് കോയിൻസിഡൻസ് ഡ്രാഫ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രാഫ്റ്റ്. അതെങ്ങനെയാണ് ഈക്വൽ ആവുന്നതെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇനി നമ്മളോട് ചോദ്യത്തിൽ ചോദിക്കുന്നത് നമ്മുടെ ടോട്ടൽ ഡ്രാഫ്റ്റ് കണ്ടുപിടിക്കാനാണെന്ന് വിചാരിക്കാം. ഓക്കെ, ടോട്ടൽ ഡ്രാഫ്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയുക മാക്സിമം ഓഫ് ഒന്നുകിൽ ഈ കോയിൻസിഡൻസ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ മാക്സിമം അവർലി ഡിമാൻഡ്, ഇതിൽ ഏതാണോ മാക്സിമം വാല്യൂ വരുന്നത് അതാണ് ടോട്ടൽ ഡ്രാഫ്റ്റ്. ഓക്കെ, മിക്കവാറും കോയിൻസിഡൻസ് ഡ്രാഫ്റ്റ് തന്നെയാണ് വലുതായിട്ട് വരാറുള്ളത്. അങ്ങനെയാണ് കോയിൻസിഡൻസ് ഡ്രാഫ്റ്റ് ടോട്ടൽ ഡ്രാഫ്റ്റിനോട് ഈക്വൽ ആകുന്നത്. ആ കേസിൽ മാത്രമേ ഈക്വൽ ആകുള്ളൂ. മാക്സിമം അവർലി ഡിമാൻഡ് ആണ് കൂടുതലായിട്ട് വരുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഡ്രാഫ്റ്റ്. ഓക്കെ, ഡ്രാഫ്റ്റും ഡിമാൻഡും ഒരേ വാക്കുകളാണ്, അതായത് ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. അപ്പോൾ ഇവിടെ കോയിൻസിഡൻസ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ് ആണ്. ഫയർ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ ഒരുപാട് എംപിരിക്കൽ ഫോർമുലാസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ ഫോർമുലാസും ഓർത്ത് വയ്ക്കുക, ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 1.8 ടൈംസ് ആവറേജ് ഡിമാൻഡ് ആണ്. മാക്സിമം അവർലി ഡിമാൻഡ് എന്ന് പറയുന്നത് 1.5 ടൈംസ് മാക്സിമം ഡെയിലി ഡിമാൻഡ് ഉള്ള ഡേന്റെ അവർലി ഡിമാൻഡ്. അതായത് നമ്മൾ പീക്ക് ഫാക്ടർ ആയിട്ട് 2.7 into Q എന്ന് എടുക്കാറുണ്ട്. സോ പീക്ക് ഫാക്ടർ 2.7 ആയിട്ടാണ് ജനറലി കൺസിഡർ ചെയ്യാറുള്ളത് എന്ന് ഓർക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഡെയിലി വാരിയേഷൻ ഫാക്ടർ ചോദിച്ചാൽ 1.8 ആണ്, അവർലി വാരിയേഷൻ ഫാക്ടർ ചോദിച്ചാൽ 1.5 ആണ്, പീക്ക് ഫാക്ടർ ചോദിച്ചാൽ 2.7 ആണ്. ഇത്രയും വാല്യൂസും കൂടെ ഓർത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. Hardness of water is caused by the presence of calcium and magnesium ions. നമുക്കറിയാലോ ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത് കാൽഷ്യവും മാഗ്നീഷ്യവും അയണിന്റെ പല അയോൺസ് ആണ്. അതായത് ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും ആണ് കോസ് ചെയ്യുന്നത്. പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും സൾഫേറ്റ്സും ക്ലോറൈഡ്സും ആണ് കോസ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ നൈട്രേറ്റ്സ് എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ലീസ്റ്റ് സോലുബിൾ ഫോം ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം ഇൻ നോർമൽ വാട്ടർ ടെമ്പറേച്ചർ. ലീസ്റ്റ് സോലുബിൾ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രസിപ്പിറ്റേറ്റ് ഏതാണ് എന്നാണ്. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് ഏതാണ് എന്നാണ്. കാൽഷ്യത്തിന്റെ പ്രസിപ്പിറ്റേറ്റ് കാൽഷ്യം കാർബണേറ്റും, മാഗ്നീഷ്യത്തിന്റെ പ്രസിപ്പിറ്റേറ്റ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡുമാണ്. ഇത് ഇൻഡിവിജ്വലിയും ചോദിക്കാറുണ്ട്, രണ്ടും ഒരുമിച്ചും ചോദിക്കാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ precipitate of calcium, calcium carbonate. കാൽഷ്യം കാർബണേറ്റ് വരുന്ന ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തേത് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അതും ഇതേ ഓപ്ഷനിലാണ് പറയുന്നത്. സോ കൺഫ്യൂഷന്റെ ആവശ്യമേ ഇല്ല, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം വരുന്നത്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡ് ചെയ്യാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യൂ. താങ്ക് യു.